തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, പഠിച്ചിറങ്ങിയവർക്ക് ജോലി, വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം, ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം, ജോലി ഉറപ്പു നൽകുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, ആയുർവേദ പഞ്ചകർമ്മ OT ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകൻ MP നികേഷ് കുമാറിനെ CPM പരിഗണിച്ചേക്കും. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുക. UDFന്റെ സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എവിടെ നിന്ന് മത്സരിച്ചാലും വോട്ട് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനാണ് BJP നേതൃത്വം ശ്രമിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E ശ്രീധരൻ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. CPMന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവായിരുന്ന AV ഗോപിനാഥനെയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വിവരം. ഇതിനിടയിലാണ് MV നികേഷ് കുമാർ ചാനലിൽ നിന്നും രാജിവെച്ച് പാർട്ടിയിൽ സജീവമാകുന്നത്. തന്റെ മുന്നോട്ടുള്ള പൊതുപ്രവർത്തനങ്ങളെല്ലാം CPMന് ഒപ്പമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ താരപരിവേഷമുള്ള നികേഷിനെ പാലക്കാട് നിന്ന് മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ പാർട്ടിയിലുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. നിലവിൽ മുൻ MP NN കൃഷ്ണദാസ് മുതൽ CPM യുവ നേതാവായ നിതിൻ കണിച്ചേരിയുടെ പേരുകൾ CPMൽ ഉയരുന്നുണ്ട്. എന്നാൽ നികേഷിനെ മത്സരിപ്പിക്കുന്നത് പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്ന് ചർച്ചകൾ സജീവമാകുന്നത്. 2016 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നികേഷ് കുമാർ മത്സരിച്ചിരുന്നു. അന്ന് 20,462 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി KM ഷാജിയോട് പരാജയപ്പെട്ടത്. ഇതിനുശേഷം തിരിച്ച് മാധ്യമപ്രവർത്തനത്തിലേക്ക് മടങ്ങിയ നികേഷ് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നത്. നികേഷ് കുമാറിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി മത്സരം ഘടിപ്പിക്കാൻ CPM ശ്രമിച്ചാൽ അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായേക്കും. BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. CPM ഇവിടെ 3ാമതാണ്. BJP വിജയിക്കാതിരിക്കാൻ CPM വോട്ടുകളടക്കം കോൺഗ്രസിലേക്ക് പോകാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിന് ഇത്തരത്തിൽ CPM വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു. ഇത്തവണ കരുത്തനായ നേതാവിനെ CPM പരിഗണിക്കുന്നത് BJP വോട്ടുകൾ വിഘടിക്കുന്നതിനും BJPയുടെ വിജയത്തിനു തന്നെ കാരണമാക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. എന്നും കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ബാധ്യത CPMന് പാലക്കാടില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം ആരെയൊക്കെ മത്സരിപ്പിച്ചാലും ഇത്തവണയും മണ്ഡലം നിലനിൽക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ലോക്സഭാ കണക്കുകളാണ് പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന് കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 9,707 വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDFന് ഉണ്ടായിരുന്നു. പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകനും റിപ്പോർട്ടർ TV മുൻ എഡിറ്ററും ചീഫുമായിരുന്ന MV നികേഷ് കുമാറിനെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് CPM പരിഗണിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചേലക്കര നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതോടൊപ്പം പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുകയോ വോട്ട് വർധനവ് ഉണ്ടാക്കുകയോ ചെയ്താൽ അത് 2026 പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കരുത്താകുമെന്നാണ് CPM നേതൃത്വം കണക്കുകൂട്ടുന്നത്. പാലക്കാട് CPM പരിഗണനയിൽ മുൻ MP NN കൃഷ്ണദാസ് മുതൽ CPM യുവ നേതാവ് നിതിൻ കണിച്ചേരി വരെ ഉണ്ടെങ്കിലും ഒരു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ശക്തമായാൽ MV നികേഷ് കുമാറിനെ തന്നെ നറുക്കു വീഴാനാണ് സാധ്യത. 2019 3,859 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും ജയിച്ചത്. ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 9,707 വോട്ട് ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുണ്ടെങ്കിലും ഉപതിരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJP വിജയിക്കാതിരിക്കാൻ CPM വോട്ടുകളും മുൻപ് ലഭിച്ചിരുന്നെങ്കിലും പുതിയ സാഹചര്യത്തിൽ പരമാവധി വോട്ട് പിടിച്ച് കരുത്തു കാട്ടാനാണ് ഇത്തവണ CPM ശ്രമിക്കുക. ഇവിടെയാണ് നികേഷിനെ പോലുള്ള ആളിനെ പേരിലും പ്രസക്തി വർദ്ധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന MV രാഘവന്റെയും CV ജാനകിയുടെയും മകനായി 1973 മെയ് 28-നാണ് MV നികേഷ് കുമാറിന്റെ ജനനം. 28 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതത്തിനാണ് ഇതോടെ പൂർണ്ണമായും നികേഷ് വിരാമമിട്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്. 2003 ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതലയേറ്റു. 2011 റിപ്പോർട്ടർ TVക്ക് തുടക്കം കുറിച്ചു. രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ
നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.